My dear students, ഡോക്ടർ ജെയിംസ് ടൈലർ കെൻ്റ് രചിച്ച ലെക്ചേഴ്സ് ആൻഡ് ഹോമിയോപ്പതിക് മെറ്റീരിയ മെഡിയ എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്കേവർക്കും വീണ്ടും സ്വാഗതം. ഈ പരമ്പരയുടെ 225-ാമത്തെ എപ്പിസോഡാണിത്. ഈ എപ്പിസോഡിൽ നമ്മൾ പുതിയൊരു അധ്യായം ആരംഭിക്കുകയാണ്. കാലി ആഴ്സനിക്കം. നമ്മൾ കാലി ബൈക്രോമിക്കത്തിൽ തുടങ്ങി കാലി ഫാമിലിയിലെ മറ്റ് റെമഡീസ് നോക്കുകയാണ്. വളരെ ശക്തിയുള്ളൊരു ആൻറ്റിസോറിക്കാണ് കാലി ആഴ്സനിക്കം. ഇതിൻ്റെ വളരെ വിപുലമായ പ്രയോഗ സാധ്യതകൾ ഈ ഔഷധത്തിനുണ്ട്. അർബുദത്തിൻ്റെ വ്രണങ്ങളിൽ, അപസ്മാരത്തിൽ, സവിശേഷമായ ചില പീരിയോഡിസിറ്റിയുള്ള ചില രോഗാവസ്ഥകളിൽ, വൃക്കയെ ബാധിക്കുന്ന അക്യൂട്ടും ക്രോണിക്കുമായിട്ടുള്ള നിരവധി പ്രശ്നങ്ങളിൽ, സവിശേഷമായ ചില ടെമ്പറാമെൻറ്റ്സിൽ, ആഴ്സനിക്കുമായിട്ടുള്ള ചില സാദൃശ്യങ്ങളിൽ ഒക്കെ ഇത് വളരെ ശ്രദ്ധേയമാണ്. നമുക്കിതിൻ്റെ പൊതു അവസ്ഥയെക്കുറിച്ച് കെൻ്റ് ആരംഭത്തിൽ പറയുന്നത് നമുക്ക് ശ്രദ്ധിക്കാം. ദിസ് എ വെരി ഡീപ്പ് ലോങ് ആക്ടിങ് റെമഡി ആൻഡ് വൺ ഗ്രേറ്റ്ലി അബ്യൂസ്ഡ് ബൈ ട്രഡീഷണൽ മെഡിസിൻ ഇൻ ദ ഫോം ഓഫ് ഫൗളേഴ്സ് സൊല്യൂഷൻ. നമ്മൾ ഹോമിയോപ്പതിക് ലിറ്ററേച്ചറിൽ പലയിടത്തും കാണും ഫൗളേഴ്സ് സൊല്യൂഷൻ. അതിൻ്റെ അബ്യൂസസിനെ കുറിച്ച് സാമുൽ ഹനിമാനടക്കം മാസ്റ്റേഴ്സ് പലരും പറഞ്ഞിട്ടുണ്ട്. ആ ഫൗളേഴ്സ് സൊല്യൂഷനാണ് പൊട്ടാസ്യത്തിൻ്റെ ആഴ്സനൈഡ്. ഈ രാസവസ്തുവെ പോസിറ്റീവായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ, അതായത് ഹോമിയോപ്പതി പ്രിൻസിപ്പിൾസ് അനുസരിച്ച് പ്രിപ്പയർ ചെയ്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതെങ്ങനെ ഒരു ക്യൂറേറ്റീവ് റെമഡിയായിട്ട് മാറുന്നു. അത് പഴയ ചികിത്സാ രീതിയിൽ ക്യൂറേറ്റീവായിട്ട് ഉപയോഗിച്ചിരുന്നത് മാതിരിയല്ല, വ്യക്തിയുടെ വൈറ്റാലിറ്റിയെ ക്രമപ്പെടുത്തിക്കൊണ്ട് എങ്ങനെ രോഗശാന്തിയിലേക്ക് നയിക്കും എന്ന് നമുക്ക് മാസ്റ്റേഴ്സ് കാണിച്ചു തന്നിരിക്കുകയാണ്. വൈൽ ഇറ്റ് ഹാസ് മോർണിംഗ് ആൻഡ് ഈവനിങ് അഗ്രവേഷൻ, ദ നൈറ്റ്സ് ആർ ഫുൾ ഓഫ് സഫറിങ്സ്, മിഡ് നൈറ്റ് എസ്പെഷ്യലി, ആൻഡ് ഫ്രം 1 to 3 AM ദേ ആർ മെനി സഫറിങ്സ്. അതിൻ്റെ ടൈം മൊഡാലിറ്റി സവിശേഷമായിട്ടും അർദ്ധരാത്രിക്ക് ശേഷം 1 മണി മുതൽ 3 മണി വരെ. നമ്മുടെ ആഴ്സനിക്കത്തിൽ സമാനമായൊരു സമയം നമ്മൾ കണ്ടിട്ടുണ്ട്, 1 മണി മുതൽ 2 മണി വരെ. ഇവിടെ കുറച്ചുകൂടി കടന്നിട്ട് 1 മണി മുതൽ 3 മണി വരെയാണ് സവിശേഷമായ വർധനവ്. എങ്കിലും പ്രഭാതത്തിലും സായാഹ്നത്തിലുമുള്ള അഗ്രവേഷൻസ് ഉണ്ട്. പക്ഷേ രാത്രി പൊതുവെ ഒരുപാട് സഫറിങ് ആണ്. രാത്രിയിലാണ് സഫറിങ്. അതുതന്നെ അർദ്ധരാത്രിയിൽ തന്നെ, അർദ്ധരാത്രിക്ക് ശേഷം 1 മണി മുതൽ 3 മണി വരെ. ദ ചില്ലിനെസ് ഈസ് വെരി മാർക്ഡ്. അതിൻ്റെ തണുപ്പ്, ചില്ലി നേച്ചറാണ് വളരെയധികം ശ്രദ്ധേയമായിട്ട് വരുന്നത്. Extreme sensitiveness to cold and complaints are aggravated from cold air, from becoming cold, from entering a cold place. അപ്പോൾ തണുപ്പ് കൊണ്ട് രോഗലക്ഷണങ്ങൾ വർദ്ധിക്കുന്നു. തണുത്ത വായു കൊണ്ട്, തണുപ്പടിക്കുന്നതുകൊണ്ട്, മറ്റെന്തെങ്കിലും തരത്തിൽ ശരീരം തണുക്കുന്നത് കൊണ്ട്, തണുത്ത ഒരു മുറിയിലേക്കോ ഒരു പ്രദേശത്തേക്കോ പ്രവേശിക്കുന്നതുകൊണ്ടൊക്കെ കാലി അഡാറ്റത്തിൻ്റെ സിംറ്റംസ് അഗ്രവേറ്റ് ചെയ്യും. ആവേർഷൻ ടു ഓപ്പൺ എയർ, ഈ ഒരു അവസ്ഥ കൊണ്ട് തന്നെ തുറസായ വായുവിനോട് പേഷ്യൻറ്റിന് ഒരു അനിഷ്ടമുണ്ട്. ടേക്സ് കോൾ ഫ്രം എ ഡ്രാഫ്റ്റ് ആൻഡ് ഫ്രം ബീയിങ് ഹീറ്റഡ്. തണുത്ത ഒരു കാറ്റ് ഈ രോഗിയെ വളരെ വേഗം ബാധിക്കും. അതിനുശേഷം തണുപ്പിനെ മാറ്റാൻ വേണ്ടിയിട്ട് കോട്ടോ എന്തെങ്കിലും എടുത്ത്, അല്ലെങ്കിൽ ചൂടുള്ള മുറിയിൽ കയറി ചൂടാക്കാൻ ശ്രമിച്ചാലും ഈ പ്രശ്നം ഉണ്ടാകും. അനീമിയ, ക്ലോറോസിസ്, മൊത്തത്തിൽ വളർന്ന് മഞ്ഞച്ചും വെളുത്ത ആളുകളിൽ ചിലപ്പോൾ ഒരു പച്ച ഒരു ടോണോട് കൂടിയൊക്കെ ഇരിക്കുന്നൊരു അവസ്ഥ ഉണ്ട്. പെയിൽ, വാക്സി ആൻഡ് കവേർഡ് വിത്ത് സ്വെറ്റ്, വിളറിയതാണ്, മെഴുക് പോലെ ഉള്ളൊരു അപ്പിയറൻസ്, വിയർപ്പ് കൊണ്ട് എപ്പോഴും ആവരണം ചെയ്യപ്പെട്ടിരിക്കും. അസെൻഡിങ് ബ്രിങ് ഓൺ സഫക്കേഷൻ, കോഫ് ആൻഡ് മാനിഫെസ്റ്റ് ദ വീക്ക്നെസ് ഓഫ് ദ ബോഡി ആൻഡ് ലിംസ്. അപ്പോൾ എവിടെയും കയറുന്നതുകൊണ്ട്, സ്റ്റെപ്പ് കയറുന്നതുകൊണ്ട്, ഒരു കുന്ന് കയറുന്നതുകൊണ്ടൊക്കെ ശ്വാസം മുട്ടൽ വരും, ചുമ വരും. അതുകൊണ്ട് മാനിഫെസ്റ്റ് ചെയ്യപ്പെടുന്നത് എന്താണ്? ശരീരത്തിൻ്റെ കാലുകളിലേക്കുള്ള ക്ഷീണിതാവസ്ഥ. ഗ്ലാൻസ് ഡ്വിൻഡിൽ ആൻഡ് ദ എക്സ്ട്രീമിറ്റീസ് ബിക്കം നംബ് ആൻഡ് പ്രിക്കി. ഗ്രന്ഥികൾ അത് വീർക്കുകയും ചുരുങ്ങുകയൊക്കെ ചെയ്യുന്നു. എക്സ്ട്രീമിറ്റീസ് മരവിച്ച പോലെ ആകുന്നു. മരവിച്ചിട്ട് ഇങ്ങനെ കുത്തുന്ന പോലുള്ളൊരു അവസ്ഥ, പല കാലൊക്കെ മരവിച്ച് കഴിയുമ്പോൾ ഇങ്ങനെ കുത്തൽ പോലെ തോന്നുള്ളൂ, അങ്ങനത്തെ ഒരു അവസ്ഥ. മോളിക്കുലർ ഡെത്ത് പ്രിവെയിൽസ് എക്സ്റ്റെൻസീവ്ലി. കോശങ്ങൾ നശിച്ചു പോകുന്നു, ചത്തുപോകുന്നു വ്രണങ്ങളും മറ്റൊക്കെ ഉണ്ടാകുമ്പോൾ.
അതാണ് ഈ അർബുദമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. അത് പ്രിവെയിൽസ് എക്സ്റ്റൻസീവ്ലി എന്ന് പറയുന്നത്, വളരെ വിപുലമായിട്ട് തന്നെ ആ ഒരു കോശങ്ങളുടെ നാശമുണ്ട്. ക്യാൻസറസ് അൾസറേഷൻ ഹാസ് ബീൻ റെസ്ട്രെയിൻഡ് ബൈ ദിസ് റെമഡി മെനി ടൈംസ്. അർബുദത്തിൻ്റെ ഭാഗമായിട്ടുള്ള വ്രണങ്ങളെ ഈ ഔഷധം പലതവണ അതിനെ നിയന്ത്രിച്ച് പരിമിതപ്പെടുത്തി നിർത്തിയിട്ടുണ്ട്. ക്യാൻസറിൻ്റെ അടിയിലുള്ള ആ ഒരു രോഗാവസ്ഥയെ, മാലഡിയെ സുഖപ്പെടുത്തുമെന്നല്ല, വ്രണങ്ങളെ റെസ്ട്രെയിൻ ചെയ്തിട്ടുണ്ട്. രോഗിയുടെ സഫറിങ്സിനെ അതുകൊണ്ട് ശമിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഹാസ് ക്യൂർഡ് ലൂപ്പസ്. അതുപോലെ കോശങ്ങളും മറ്റുമൊക്കെ നശിച്ചു പോകുന്ന ആ ഒരവസ്ഥയെ, വളരെ മാരകമായൊരവസ്ഥ, ആ അവസ്ഥയും അത് ക്യൂർ ചെയ്തിട്ടുണ്ട്. ലൂപ്പസിനെ ക്യൂർ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു. പക്ഷെ മറ്റേത് ക്യൂർ ചെയ്തിട്ടില്ല, റെസ്ട്രെയിൻ ചെയ്തിരിക്കുന്നു അർബുദത്തിൻ്റെ വ്രണങ്ങളിൽ. The weakness that it has produced is much like that found in patients looking towards phthisis and Bright disease. അപ്പോൾ ക്ഷയം, വൃക്കരോഗങ്ങൾ, ഇത്തരം അവസ്ഥകളിലേക്ക് കടക്കാൻ പോകുന്ന രോഗികൾ കാണുന്ന പോലുള്ള ക്ഷീണം, ക്ഷയരോഗികൾ ക്ഷീണിച്ചിരിക്കുന്നത് ഒരു പതിവ് കാഴ്ചയായിരുന്നു. പല ക്ഷയരോഗികളെ സമൂഹത്തിൽ നിന്നിപ്പോൾ കാണാൻ സാധിക്കില്ല. ക്ഷയം ഒരു നമ്പർ 1 കില്ലറാണെങ്കിൽ പോലും. പക്ഷേ വൃക്കരോഗികളെ ഇന്നിപ്പോൾ എവിടെയും കണ്ടുമുട്ടാം. എല്ലാ പഞ്ചായത്തിലും തന്നെ ഡയാലിസിസ് സെൻ്ററുള്ളൊരു സാഹചര്യമാണിത്. അപ്പോൾ അവരുടെ ക്ഷീണിതാവസ്ഥയും നിങ്ങളിൽ പലരൊക്കെ കണ്ടു കാണും. അപ്പോൾ ആ ഒരു ക്ഷീണിതാവസ്ഥയെ കവർ ചെയ്യുന്നുണ്ട്. മറ്റു ടോട്ടാലിറ്റിയുമായിട്ട് യോജിക്കുകയാണെങ്കിൽ നമുക്കത് കൊടുക്കാൻ സാധിക്കും. ക്രോണിക് സ്പാസംസ് ഹാവ് ബീൻ പ്രൊഡ്യൂസ്ഡ് ബൈ ഇറ്റ്. വലിച്ചുപോച്ചലുകൾ ഇതുകൊണ്ടുണ്ടായിട്ടുണ്ട്. കൺവൾസീവ് ആക്ഷൻ ഓഫ് മസിൽസ് വിത്ത് ഫുൾ കോൺഷ്യസ്നെസ് ഈസ് നോട്ട് അൺകോമൺ. പൂർണ്ണ ബോധ്യത്തോടെയുള്ള പേശികളുടെ വലിച്ചുപോച്ചൽ, കൺവൾസീവ്, ബോധമില്ലാതെയും അബോധമായിട്ടും ഉണ്ടാകാം. ഇത് പൂർണ്ണ ബോധത്തോടെ ഉണ്ടാകുന്ന പേശികളുടെ വലിച്ചുപോച്ചലിനെ ഇത് സുഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൻ്റെ തുടർച്ചയായിട്ട് വരും ഇറ്റ് ഹാസ് ക്യൂർഡ് എപ്പിലെപ്സി ആൻഡ് ഹിസ്റ്റീരിയോ എപ്പിലെപ്സി. അപ്പോൾ ഈ കൺവൾഷൻസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്, എനിക്ക് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഈ കൺവൾഷൻസ് ഉണ്ടായിരുന്നു. നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത, അബോധപൂർവമായിട്ടുണ്ടായിരുന്നതാണ്. എൻ്റെ രക്ഷിതാക്കൾ എന്നെ പ്രസിദ്ധനായൊരു ന്യൂറോ സർജൻ്റെ അടുത്ത് കൊണ്ടുപോയി. അദ്ദേഹം പറഞ്ഞത് ഇത് എപ്പിലെപ്സിയുടെ പ്രാരംഭമാണ്. അങ്ങനെ എപ്പിലെപ്സിക്ക് കൊടുക്കുന്ന മരുന്നാണ് എനിക്ക് തന്നുകൊണ്ടിരുന്നത്. ഞാൻ ഹോമിയോപ്പതിയിലേക്ക് വരുന്നത് വരെ ഓർഗൻ വായിച്ച് എന്നിൽ ഹോമിയോപ്പതിയുടെ ഹീലിംഗ് പ്രിൻസിപ്പിളിലേക്കുള്ള ബോധ്യം ഉണ്ടായ സമയം തന്നെ ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന, ഇപ്പോൾ ഓർക്കുന്നുണ്ട്, സോഡിയം വാൾപ്രൈറ്റ് എന്ന് പറയുന്നൊരു ഔഷധം 3 നേരം കഴിക്കാൻ വർഷങ്ങളായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതെല്ലാം കൊണ്ട് ഞാൻ ചവറ്റുകൂടെ കൊണ്ട് കളഞ്ഞു. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞത് ഈ കൺവൾസീവ് മോഷൻസ്, അതിനോട് തുടർച്ചയായിട്ട് എപ്പിലെപ്സി, ഹിസ്റ്റീരിയോ എപ്പിലെപ്സി, എത്രയോ ഔഷധങ്ങളിൽ ഇത് വരുന്നുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം സൾഫറോടുകൂടി ആകെ മാറിപ്പോയത്. ഡോസ് സൾഫർ 200. അത് തുടർന്ന് ഈ പറയുന്ന എപ്പിലെപ്സിയുടെ തുടക്കം ഇതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന അതും ആ കൺവൾഷൻസും മറ്റെല്ലാ പ്രശ്നങ്ങളും പൂർണ്ണമായിട്ട് മാറിപ്പോയി. ഇറ്റ് ഹസ് കോസ്ഡ് അബ്ഡോമിനൽ ഡ്രോപ്സി ആൻഡ് എഡിമ ഓഫ് ഓൾ ദ ലിംസ്, ഫേസ് ആൻഡ് ഐലിഡ്സ്. അപ്പോൾ അടിവയറ്റിൽ ഇങ്ങനെ നീര് കെട്ടിയിരിക്കുന്ന അവസ്ഥ, കൈകാലുകളിലെല്ലാം നീരും വെള്ളം വന്ന് കെട്ടിയ പോലുള്ളൊരവസ്ഥ, മുഖത്ത്, കൺപോളകളിൽ, ഇതൊക്കെ കാലി ആഴ്സനിക്കം സുഖപ്പെടുത്തിയിട്ടുണ്ട്. പണ്ടൊക്കെ ഇതിനെ മരണലക്ഷണങ്ങളായിട്ടാണ് പറയുന്നത്. കാലുകളിലും മറ്റുമൊക്കെ കൈപ്പത്തിയിലൊക്കെ നീര് വരിക, കൺപോളയിൽ നീര് വരിക, ഇതിനൊക്കെ മരിക്കാൻ പോകുന്ന ലക്ഷണങ്ങളായിട്ടാണ് പണ്ട് പറഞ്ഞിരുന്നത്. ആരോഗ്യം മരിച്ചതായിട്ട് തന്നെ കണക്കാക്കുമായിരുന്നു. പിന്നെ കാര്യമായിട്ട് ചികിത്സിക്കുകയൊന്നുമില്ല. പക്ഷേ നമ്മൾ എത്രയോ ഔഷധങ്ങളാണ് അത്തരം അവസ്ഥകളെ കവർ ചെയ്യുന്നത്. ഇപ്പോൾ ഇതിന് കുറച്ച് മുമ്പ് പറഞ്ഞ വൃക്കരോഗം, ബ്രൈറ്റ്സ് ഡിസീസ് എന്ന് പറയുന്നത് അക്യൂട്ടും ക്രോണിക്കുമായിട്ടുള്ള വൃക്കസംബന്ധമായ പ്രശ്നങ്ങൾക്ക് പണ്ട് പറഞ്ഞിരുന്നൊരു പേരാണ്. അപ്പോൾ അതുകൊണ്ട് ബന്ധപ്പെട്ട് വരുന്നതായിരിക്കും ഈ എഡീമയും മറ്റുമൊക്കെ. അപ്പോൾ അതിനൊക്കെ ഇത് സുഖപ്പെടുത്തിയിട്ടുണ്ട്. എത്രയോ ഔഷധങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇനി എത്രയോ ഔഷധങ്ങളുണ്ട്. വൈൽ ടേക്കിംഗ് ഇറ്റ് ദർ ഈസ് ആൻ ഇൻക്രീസ് ഓഫ് ഫ്ലഷ് ആൻഡ് വെയിറ്റ്. ആഫ്റ്റർ സ്റ്റോപ്പിംഗ് ഇറ്റ് ദ പ്രൂവർ അമീഷിയേറ്റ്സ്. അപ്പോൾ ഈ ഫോളേറ്റ് സൊല്യൂഷൻ്റെ ഒരു സ്വഭാവമാണ് തടി വെക്കുന്നു, വണ്ണം വെക്കുന്നു, ഭാരം കൂടുന്നു. ഫോളേറ്റ് സൊല്യൂഷനെ കുറിച്ച് ഉള്ള ലിറ്ററേച്ചർ നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. പണ്ട് കാലത്ത് ഈ മൃഗങ്ങളെയൊക്കെ, വീട്ടുമൃഗങ്ങളെയും മറ്റുമൊക്കെ വിൽക്കുന്നതിന് മുൻപ് യൂറോപ്പിൽ ഈ ഫോളേറ്റ് സൊല്യൂഷൻ കൊടുക്കും. കൊടുത്തു കഴിയുമ്പോൾ തടി വെക്കും, നല്ല തോലും രോമങ്ങളൊക്കെ വരും, കൊണ്ടേ വിൽക്കും. അപ്പോൾ വാങ്ങുന്നവനിത് അറിയില്ലല്ലോ. വാങ്ങുന്നവരെ കിട്ടിക്കഴിഞ്ഞാൽ ഇത് ശോഷിക്കാൻ തുടങ്ങും. ഇത് വഞ്ചനയാണെന്ന് മനസ്സിലാക്കുമ്പോൾ വൈകിപ്പോയിട്ടുണ്ടാവും. അപ്പോൾ അത് തന്നെയാണ് ഈ പറയുന്നത്.
ഫ്ലഷും വെയിറ്റും വർദ്ധിക്കും. ബട്ട് ആഫ്റ്റർ സ്റ്റോപ്പിംഗ് ഇറ്റ് ദ പൂർ എമീഷിയേറ്റ്സ്, പൂർ ശോഷിച്ചു തുടങ്ങും. മോസ്റ്റ് കംപ്ലയിൻസ് ആർ അഗ്രിവേറ്റഡ് ആഫ്റ്റർ ഈറ്റിംഗ് ആൻഡ് ആഫ്റ്റർ എക്സേർഷൻ. ആഹാരത്തിന് ശേഷവും അധ്വാനത്തിന് ശേഷവും ഒട്ടുമിക്ക ലക്ഷണങ്ങളും വർദ്ധിക്കുന്നു. ദ മസിൽസ് ആർ ഫ്ലാബി. പേശികൾക്ക് വെറുതെ മാംസം വർദ്ധിക്കുന്നു മാത്രമേ ഉള്ളൂ, കരുത്ത് വർദ്ധിക്കുന്നില്ല, ഫ്ലാബിയാണത്. ഫെയിൻനെസ് ആൻഡ് ഫെയിൻറ്റിങ് സ്പെൽസ്, ഇടയ്ക്ക് മന്ദിച്ചു പോകുന്നു, ബോധക്ഷയം പോലെ വരുന്നു, അങ്ങനത്തെ സ്പെൽസ് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകും. അതും എപ്പിലെപ്സിക്കായിട്ട് നമുക്ക് കൂട്ടി വായിക്കാവുന്നതാണ്. ഈറ്റിംഗ് ഐസ്ക്രീംസ് വെൻ ഓവർ ഹീറ്റഡ് ബ്രിങ്സ് ഓൺ മെനി കംപ്ലയിൻസ്. നന്നായിട്ട് ചൂടായിരിക്കുമ്പോൾ ഐസ്ക്രീം കഴിക്കൽ, ഇതൊക്കെ ഇന്നിപ്പോൾ നമ്മുടെ നാട്ടിലുള്ള സാധാരണമായ കാര്യങ്ങളാണ്. ഐസ്ക്രീം കഴിക്കൽ, ചൂടായിരിക്കുമ്പോൾ വേനൽക്കാലത്തൊക്കെ പോയി കഴിക്കൽ, അല്ലെങ്കിൽ തൊണ്ടയും മറ്റുമൊക്കെ വയറുമൊക്കെ പെട്ടെന്ന് തണുക്കുക എന്നുള്ള അർത്ഥത്തിലെടുത്താൽ മതി. നിരവധി പ്രശ്നങ്ങൾ പുറത്തു വരും. അഗ്രിവേറ്റ് ഫ്രം കോൾഡ് ഫുഡ്സ്, തണുത്ത ആഹാരങ്ങൾ കൊണ്ട് ലക്ഷണങ്ങൾ വർദ്ധിക്കുന്നു. കോൾഡ് ഡ്രിങ്ക്സ്, തണുത്ത പാനീയങ്ങൾ വർദ്ധിക്കുന്നു. അതുകൂടാതെ പാല് കൊണ്ടും കൊഴുപ്പുള്ള ആഹാര വസ്തുക്കൾ കൊണ്ടും ലക്ഷണങ്ങൾ വർദ്ധിക്കുന്നുണ്ട്. ദർ ആർ ഫോർമിക്കേഷൻ ഓൾ ഓവർ ദ ബോഡി, ശരീരം മുഴുവൻ ഇങ്ങനെ ഉറുമ്പരിക്കുന്ന പോലുള്ളൊരു അനുഭവം. ഇറ്റ് സെറ്റ്സ് അപ്പ് ഇൻഫ്ലമേഷൻ ഇൻ മെനി ഓർഗൻസ് ആൻഡ് ഗ്ലാൻഡ്സ്, എസ്പെഷ്യലി ദ സ്റ്റൊമക്, ലിവർ ആൻഡ് കിഡ്നീസ്. നിരവധി ഗ്രന്ഥികളിലും നിരവധി ശാരീരിക അവയവങ്ങളിലും വീക്കം ഇത് തുടങ്ങി വെക്കും. വീക്കം ഉണ്ടാക്കുന്ന പ്രക്രിയ തുടങ്ങി വെക്കും. വിശേഷിച്ചും വയറ്റിലാണ്, പിന്നെ കരളിലും വൃക്കകളിലും. വയറ്, കരള്, വൃക്ക, പിന്നെ പല ഗ്രന്ഥികൾ, മറ്റവയവങ്ങളിലൊക്കെ ഇൻഫ്ലമേഷൻ തുടങ്ങി വെക്കും. അവിടെയും നമ്മൾ അക്യൂട്ടായിട്ടുള്ള കിഡ്നി എഫക്ഷൻസിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാവുന്നതാണ്. ഗ്രേറ്റ് ഡ്രെഡ് ഓഫ് മോഷൻ, ചലനത്തെക്കുറിച്ച് ഭയങ്കര ഭയമാണ്. നടക്കുന്നതിനെക്കുറിച്ച്, എന്തെങ്കിലും ചെയ്യുന്നതിനെക്കുറിച്ച്, അങ്ങോട്ട് നീങ്ങുന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പ്രയാസം, അതിനെ ഭയക്കുന്നു. ഈ ഭയങ്ങളും മറ്റുമൊക്കെ വളരെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങളാണ് നമ്മൾ ഔഷധങ്ങളുടെ തിരഞ്ഞെടുപ്പിൽ. വൈറ്റാലിറ്റിയുടെ ആ ഒരു ക്ഷീണിതാവസ്ഥ, ഒരു ക്രമം തെറ്റിയ അവസ്ഥയെ വെളിപ്പെടുത്തി തരുന്ന ലക്ഷണങ്ങളിൽ പ്രാധാന്യമുള്ളതാണ് ഈ ഭയങ്ങൾ, വെറുപ്പുകൾ ഒക്കെ. ഓൾ മ്യൂക്കസ് മെംബ്രെയിൻസ് ബിക്കം കാറ്റാറൽ. എല്ലാ മ്യൂക്കസും, വായ മുതൽ ഏനസ് വരെ, യൂറിനറി ട്രാക്ട് ഒക്കെ എല്ലാ ഭാഗങ്ങളിലും കാറ്റാറൽ കണ്ടീഷൻ, കഫം രൂപീകരിക്കപ്പെടുന്നു. ഇറ്റ് ഈസ് എ മോസ്റ്റ് പെയിൻഫുൾ റെമഡി, മോസ്റ്റ് പെയിൻഫുൾ, ഏറ്റവും വേദനാജനകമായ ഔഷധങ്ങളിൽ ഒന്നാണ് ബേണിംഗ്, സ്റ്റിച്ചിങ് ആൻഡ് ടിയറിങ്. ഈ വേദനകൾ, ഈ പെയിൻ എല്ലാ തരത്തിലുമുണ്ട്. പൊള്ളുന്ന വേദന നമ്മൾ ആഴ്സനിക്കത്തിൽ നേരത്തെ കണ്ടിട്ടുള്ളതാണ്. സ്റ്റിച്ചിങ് വേദന, ടിയറിങ്, വലിച്ചു കയറുന്ന തരത്തിലുള്ള എല്ലാത്തരം വേദനകളുണ്ട്. ദ മോസ്റ്റ് മാർക്ക്ഡ് പീരിയോഡിസിറ്റി ഈസ് എവറി തേർഡ് ഡേ. നമ്മൾ ആഴ്സനിക്കത്തിൽ കണ്ട് പീരിയോഡിസിറ്റി എവറി അതർ ഡേ, അതേപോലെയൊക്കെ ഇവിടെ എവറി തേർഡ് ഡേ, ഓരോ മൂന്നാം ദിവസവും ലക്ഷണങ്ങൾ ആവർത്തിക്കുന്നു. പൾസേഷൻ ഫെൽറ്റ് ഓൾ ഓവർ ദ ബോഡി, ശരീരം മുഴുവൻ വിങ്ങൽ. ഇറ്റ്സ് എ ഡീപ്പ് ആക്ടിങ് ആൻറ്റിസോറിക്, ആഴത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ആൻറ്റിസോറിക്കാണ്. ആൻഡ് ഓഫൺ യൂസ്ഫുൾ ഇൻ റൊമാറ്റിക് ആൻഡ് ഗോട്ടി അഫക്ഷൻസ്. വാദസംബന്ധമായ പ്രശ്നങ്ങളിൽ ഇത് പലപ്പോഴും ഉപകരിക്കും. എത്രയോ ഔഷധങ്ങളിലാണ് നമ്മളിത് കാണുന്നത്. റൊമാറ്റിക് കംപ്ലയിൻസ്, ഗോട്ടി കംപ്ലയിൻസ്. ഹോമിയോപ്പതി എത്രത്തോളം ഫലപ്രദമാണ്, എത്രത്തോളം വിപുലമായ ലക്ഷണങ്ങളിൽ ഫലപ്രദമാണ് എന്നതിൻ്റെ തെളിവാണ് ഒരുപാട് ഔഷധങ്ങളിൽ ഈ ലക്ഷണം കാണുന്നത്. അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് പേര് ഇതുകൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട്, പ്രത്യേകിച്ചും മധ്യവയസ്സൊക്കെ കഴിയുമ്പോൾ. ഹോമിയോപ്പതിയിലൂടെ അവരെയൊക്കെ സഹായിക്കാൻ നമുക്ക് സാധിക്കും. ഇറ്റ് ഹസ് ക്യൂർഡ് സിഫിലിസ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദ ട്രഡീഷണൽ ഡോക്ടർ ആൻഡ് ഇൻ ദ ഹയസ്റ്റ് പൊട്ടൻസീസ് ഇറ്റ് ക്യൂയേഴ്സ് മെനി സ്പെസിഫിക് കംപ്ലയിൻസ്. അപ്പോൾ സിഫിലിസിനുള്ള ഒരു പ്രതിവിധിയായിട്ടാണ് ഫോർവേഡ് സൊല്യൂഷൻ പണ്ട് പഴയ ഡോക്ടർമാർ, അപ്പോത്തിഗിരികളും മറ്റുമൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടിരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള വിശദീകരണമാണ് നമ്മൾ പഴയ ഹോമിയോപ്പതി ലിറ്ററേച്ചർ നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ ഹോമിയോപാത്തിൻ്റെ കയ്യിൽ ഹയസ്റ്റ് പൊട്ടൻസീസ് ഇറ്റ് ക്യൂയേഴ്സ് മെനി സ്പെസിഫിക് കംപ്ലയിൻസ്, വളരെ തനതായ നിരവധി പ്രശ്നങ്ങളെ ഇത് സുഖപ്പെടുത്തുന്നു. പിന്നെ സിംറ്റംസ് എഗ്രി, ടോട്ടാലിറ്റി എഗ്രി ചെയ്ത് കഴിഞ്ഞാൽ, ജനറൽ കണ്ടീഷൻസും മൊഡാലിറ്റീസും ഒക്കെ എഗ്രി ചെയ്ത് കഴിഞ്ഞാൽ നിരവധി പ്രശ്നങ്ങളെ ഇത് സുഖപ്പെടുത്തും. വെറുതെ സിഫിലിസിനെ സപ്രസ് ചെയ്യാൻ വേണ്ടി മാത്രമല്ല ഇത് ഉപയോഗിക്കുന്നത്. പൊട്ടൻസീസ് ഫോമിൽ സം സിംറ്റംസ് കം ഓൺ ഫസ്റ്റ് ഫോളിങ് അസ്ലീപ്പ്. ആദ്യമായിട്ടാണ് ഉറക്കത്തിലാണ് വീണു പോകുന്നത്. ആദ്യത്തെ ഉറക്കത്തിൽ, ആ ഉറക്കത്തിൽ ചില ലക്ഷണങ്ങൾ പുറത്തു വരും. ആഫ്റ്റർ സ്ലീപ്പ് ആർ ഓൾസോ മാർക്ക് ടൈംസ് ഓഫ് അഗ്രവേഷൻ. ഉറക്കത്തിന് ശേഷവും അഗ്രവേഷൻ കാണും. നമ്മൾ നേരത്തെ കണ്ട മിഡ് നൈറ്റ് അഗ്രവേഷൻ, 1 to 3 അഗ്രവേഷൻ, 1 to 3 AM അഗ്രവേഷനൊക്കെ.
rheumatic and gouty stiffness of all the joints and edema of legs and feet. അപ്പോൾ എല്ലാ സന്ധികളിലും വാദസംബന്ധമായ വേദന, നീർക്കെട്ടൽ, കാലിലും കാൽപാദങ്ങളിലും നീർക്കെട്ടൽ ഈ വൃക്കരോഗങ്ങളുടെ ഒരു ലക്ഷണമായിട്ട് പലപ്പോഴും പറയാറുള്ളതാണ്. അത് ഓർക്കണം. ഒരിക്കൽ എൻ്റെ ഒരു സഹപാഠിയെ ഞാൻ എറണാകുളം നഗരത്തിൽ വെച്ച് കണ്ടുമുട്ടി. അയാളുടെ ഭാര്യയും കൂടെ ഉണ്ടായിരുന്നു. ഒരു സ്കൂൾ തുറക്കാൻ പോകുന്നൊരു സമയമാണ്. 2 കുട്ടികളൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. അപ്പം എന്നെ കണ്ടിങ്ങനെ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ആണ് പറയുന്നത്, ഭാര്യയ്ക്ക് വൃക്കരോഗമാണ്, മരണം ഏതാണ്ട് സുനിശ്ചിതമായ സമയമാണ്, ആഴ്ചയിൽ 3-4 തവണ ഡയാലിസിസ് ചെയ്യും. അപ്പോൾ കുട്ടികൾ സ്കൂളിലേക്ക് പുതിയ അധ്യയന വർഷത്തിലേക്ക് കയറുന്നതിന് കണ്ടിട്ട് മരിക്കണം എന്നാണ് ആ സ്ത്രീ പറഞ്ഞത്. അവർ കരയുന്നുണ്ടായിരുന്നു. നോക്കിയപ്പോൾ ഒരു ചെരുപ്പ് ധരിച്ചിട്ടില്ല, കാലിൽ നീരുണ്ട്. അപ്പോൾ കാലിലെ നീരാണോ പറയുന്നുണ്ടോ, നീര് കണ്ടില്ലേ, ഞാൻ മരിക്കാൻ പോവുകയാണ്. അപ്പം ഞാനത് കണ്ട് ചിരിച്ചു, ബോധപൂർവ്വം ചിരിച്ചതാണ്. ഇത് കാലിൽ നീര് വരുന്നവരൊന്നും മരിക്കുന്നുമില്ല. എൻ്റെ ഹോമിയോപ്പതിയെക്കുറിച്ച് ഞാൻ അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ, ഒരു സാധാരണക്കാരാണ്, മനസ്സിലാകുന്ന ഭാഷയിൽ ഞാൻ പറഞ്ഞു കൊടുത്തു. എൻ്റെ ഓർമ്മയിൽ വന്ന കുറേ ഔഷധങ്ങൾ ഈ കാലിൽ നീര് കാണിക്കുന്ന ഇതൊന്നും മരണത്തിൻ്റെ ലക്ഷണങ്ങളല്ല. ഹോമിയോപ്പതിയിൽ നിരവധി ഔഷധങ്ങളിൽ വരുന്നുണ്ട്. കൃത്യമായിട്ടുള്ള ചികിത്സ കിട്ടിക്കഴിഞ്ഞാൽ ഇത് മാറുന്ന പ്രശ്നമേ ഉള്ളൂ. അതിന് കിഡ്നി രോഗമാണെന്നൊരു പേരിട്ടു. നിങ്ങൾ കണ്ടില്ലല്ലോ, കിഡ്നിയെ നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ. നിങ്ങളുടെ ശരീരത്തിനുള്ളിരിക്കുന്ന സാധനത്തിന് എന്താണ് സംഭവിച്ചിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ല. നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ കൊണ്ട് നിങ്ങൾ പറയുന്നു. ആ ബുദ്ധിമുട്ടുകൾ നല്ലൊരു ഹോമിയോപ്പാത്തിനോട് പറയുക, നമുക്ക് സൗഖ്യം കിട്ടും. അങ്ങനെ ഞാൻ ബാബുച്ചേട്ടനാന്ന് പറഞ്ഞു കൊടുത്തു, ഫോൺ നമ്പരൊക്കെ കൊടുത്ത് ബാബുച്ചേട്ടനെ വിളിച്ചൊക്കെ പറഞ്ഞു. പക്ഷെ അവർ പോയില്ല, കാരണം അവരങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു. അപ്പോൾ കുട്ടികൾക്ക് പുതിയ അധ്യയന വർഷത്തേക്ക് ഉള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി വന്നതാണ്. ഞാൻ അവരുടെ കൂടെ കൂടിയിട്ട് അന്ന് പിരിഞ്ഞുപോയി. പിന്നീട് ആ അധ്യയന വർഷം കഴിഞ്ഞ ശേഷം ആ സ്ത്രീ മരിക്കുന്നത്. അപ്പോൾ അതിനുശേഷം ഭർത്താവിൻ്റെ സുഹൃത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു, 1-2 മാസത്തിനകം മരിക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. നീ അന്നങ്ങനെ പറഞ്ഞ് ചിരിച്ചു. നീ ചിരിച്ചത് അവളെ വല്ലാതെ അത്ഭുതപ്പെടുത്തി. വേറെ എല്ലാവരും ഇത് പറയുമ്പോൾ എല്ലാവരും സഹതപിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അയ്യോ കഷ്ടം, പാവം, കുട്ടികളുടെ കാര്യം എന്ത് ചെയ്യും, അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നത്. നീ മാത്രമാണ് ചിരിച്ചുകൊണ്ട് ഇതൊക്കെ നിസ്സാരമാണെന്ന് പറഞ്ഞത്. അതുകൊണ്ടായിരിക്കും അവൾ 1 വർഷത്തിലധികം തന്നെ ജീവിച്ചിരുന്നു, മരിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ പോയില്ലേ, ചികിത്സക്ക് പോയില്ലേ? അതൊന്നും പോയില്ല, കാരണം ഇതിൽ പെട്ടുകിടക്കുകയാണ്. പിന്നെ പോകാനുള്ള ധൈര്യമില്ല. പിന്നെ ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും ഒക്കെ ചോദ്യങ്ങൾ വരും. അങ്ങനെ പോയി. അപ്പോൾ അവരെ സുഖപ്പെടുത്താൻ പറ്റുന്നൊരവസ്ഥയായിരുന്നു എന്നാണ് എൻ്റെ ഒരു ധാരണ. ഏതായാലും നിങ്ങളങ്ങനെയൊക്കെ കാണാൻ നേരത്ത് അയ്യോ എന്ത് പറ്റി അങ്ങനെയൊക്കെ ഒന്നും പറയരുത്. സുഖപ്പെടുമെന്ന് തന്നെ പറയുക. കാരണം ഈ കിഡ്നീനെയും ഇതിനൊന്നും നമ്മൾ കണ്ടിട്ടില്ല ശരീരത്തിനുള്ളിലിരിക്കുന്നത്. ആ രോഗി എക്സ്പ്രസ് ചെയ്യുന്ന സിംറ്റംസ്, ആ സിംറ്റംസിൻ്റെ ടോട്ടാലിറ്റിക്ക് അനുസരിച്ച് ഒരു ഔഷധം സെലക്ട് ചെയ്യാൻ പറ്റിയാൽ, ശരിയായ രീതിയിൽ കൊടുത്തിട്ട് ഒരു ഫേവറബിൾ ആയിട്ടുള്ള റിയാക്ഷൻ, വൈറ്റൽ റിയാക്ഷൻ ഉണ്ടായാൽ, അതായത് ഫിസിക്കൽ അഗ്രവേഷനും മെൻ്റൽ റിലീഫും ഉണ്ടായാൽ, ഇമ്മീഡിയറ്റ്ലി റിലീഫും പിന്നീട് അഗ്രവേഷനും ആണെന്നുള്ളത് അൺഫേവറബിൾ. ഫേവറബിൾ ആയിട്ടുള്ള റിയാക്ഷൻ ഉണ്ടായാൽ അവർ സുഖപ്പെടുമെന്ന് തന്നെ പറയണം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ മറ്റൊരു സഹപാഠി കിഡ്നി 2ഉം പോയി മരിച്ചു പോകുമെന്ന് പറഞ്ഞത്. ചുരുങ്ങിപ്പോകുമെന്നാണ് പറഞ്ഞത്. ചുരുങ്ങി ഒരു പയറോണിയുടെ വലുപ്പത്തിലായെന്നാണ് പറഞ്ഞത്. അയാൾ ഇപ്പോഴും ജീവിച്ചിട്ടുണ്ട്, സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്തു. അയാൾക്ക് പേരക്കുട്ടികളായി ജീവിച്ചിട്ടുണ്ട്. അത്രയ്ക്കുള്ള അവസ്ഥ. സ്വെല്ലിംഗ് ഫ്രം ഇൻഫ്ലമേഷൻ ഓഫ് ജോയിൻറ്റ്സ് ആൻഡ് ഗ്ലാൻഡ്സ്, ഗ്രന്ഥികളിലും സന്ധികളിലും ഒക്കെ ഇൻഫ്ലമേഷൻ, നീർവീക്കം ഉണ്ടായിട്ട് ഇങ്ങനെ വീർത്തു വരുന്നു. ട്രംബ്ലിംഗ് ഫ്രം നോയ്സ് ഓർ സഡൻ അൺഎക്സ്പെക്റ്റഡ് മോഷൻ, പെട്ടെന്നൊരു ശബ്ദം ഉണ്ടായി, പെട്ടെന്നൊരു ചലനം ഉണ്ടായി കഴിയുമ്പോഴേക്കും വിറച്ചു പോവാൾ ഭയം കൊണ്ട്. ടെൻഷൻ ഓഫ് മസിൽസ്, പേശികളിങ്ങനെ വലിഞ്ഞു മുറുകി നിൽക്കുകയാണ്. ട്വിച്ചിങ് ഓഫ് മസിൽസ്, പേശികളിൽ വലിച്ചു കോച്ചലുകൾ. എക്സ്ട്രീംലി സെൻസിറ്റീവ് ടു ടച്ച്, സ്പർശനത്തോട് വല്ലാതെ സംവേദനക്ഷമതയുണ്ട്, അത്രയ്ക്ക് സെൻസിറ്റീവാണ്. അൾസറേഷൻ ഓഫ് സ്കിൻ, ത്വക്കിൽ വ്രണങ്ങൾ വരുന്നു. എസ്പെഷ്യലി ഓഫ് ലെഗ്സ് ആൻഡ് മ്യൂക്കസ് മെംബ്രെയിൻസ്, കാലുകളിലും ശ്ലേഷ്മസ്തരങ്ങളിലും ഒക്കെ വ്രണങ്ങൾ വരുന്നു. വിത്ത് ബേണിംഗ് ആൻഡ് സ്പ്രെഡിങ്, പൊള്ളലും അതിങ്ങനെ പെട്ടെന്ന് പടർന്നു വരുന്നു. അൺകവറിങ് ബ്രിങ്സ് ഓൺ ദ പെയിൻസ് ആൻഡ് ഇൻക്രീസസ് മെനി കംപ്ലൈൻറ്റ്സ്. വസ്ത്രം മാറുമ്പോൾ, അതായത് അവിടെ തണുപ്പുള്ള പ്രദേശത്ത് പറയുന്നതാണ്. നമ്മളെ സംബന്ധിച്ചോളം വസ്ത്രം മാറിയിരുന്നിട്ട് തണുപ്പടിക്കുകയോ മറ്റോ ചെയ്യാമെന്ന് വിചാരിച്ചാൽ മതി. അത് പല വേദനകളും
വരുന്നു, ആരംഭിക്കുന്നു, അത് പല പ്രശ്നങ്ങളും വർദ്ധിക്കുന്നു. സിംറ്റംസ് അഗ്രവേറ്റ് ഓൺ വേക്കിംഗ്, ഉണർന്നെഴുന്നേൽക്കുമ്പോൾ ലക്ഷണങ്ങൾ വർദ്ധിക്കുന്നു. വാക്കിംഗ് ഫാസ്റ്റ് അഗ്രവേറ്റ്സ് മോസ്റ്റ് സിംറ്റംസ്, വേഗത്തിൽ നടക്കാൻ നേരത്തും ഒട്ടുമിക്ക ലക്ഷണങ്ങൾ വർദ്ധിക്കും. എസ്പെഷ്യലി ദ ബ്രീത്തിങ് ആൻഡ് വീക്ക്നെസ്, ശ്വസന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും ആൾക്ക് പൊതുവെയുള്ള തളർച്ചയും നടക്കുന്നതുകൊണ്ട് വർദ്ധിക്കും. മറ്റ് ലക്ഷണങ്ങളും വർദ്ധിക്കാം. വാം ദ അമീൽറേറ്റ്സ് മോസ്റ്റ് കംപ്ലൈൻസ്, ചൂട് കൊടുക്കുന്നതുകൊണ്ട് ഒട്ടുമിക്ക പ്രശ്നങ്ങളും ശമിക്കുന്നുണ്ട്. ഹി കനോട്ട് സിറ്റ് അപ്പ് ഇൻ ബെഡ്, കിടക്കയിൽ എഴുന്നേറ്റിരിക്കാൻ പറ്റാത്തത്ര ക്ഷീണിതാവസ്ഥ. ഞാൻ നേരത്തെ പറഞ്ഞ കിഡ്നി ചുരുങ്ങി പയർമണി പോലെ ആയെന്ന് പറഞ്ഞ കേസ്, ഇതേപോലെ അവൻ എഴുന്നേറ്റിരിക്കാൻ തലവേദന, ഭീകരമായ തലവേദന, കിടക്ക എഴുന്നേറ്റിരിക്കാൻ പോലും പറ്റില്ല. കാണാൻ വരും രാവിലെ. അടുത്ത് ഒരു ക്രിസ്ത്യൻ പ്രൊഡോമിനൻ്റ് ഏരിയയാണ്. പള്ളിയിൽ നിന്ന് വരുമ്പോൾ അമ്മമാരും മറ്റുമൊക്കെ വരും. വന്നിട്ട് രോഗിയെ സന്ദർശിക്കുകയാണ്. രോഗിയെ സന്ദർശിച്ച് സഹതപിക്കുകയാണ്, പ്രാർത്ഥിക്കാൻ മോനെ എന്ന് പറയുകയാണ്. ഞാൻ പറഞ്ഞു അവരോടൊക്കെ പറഞ്ഞോളാം, മെച്ചപ്പെട്ടു, ഇന്നലത്തേക്കാളും ഇന്ന് മെച്ചമാണെന്ന് പറഞ്ഞോളാം എന്ന് ഞാൻ പറഞ്ഞത്. കിഡ്നി പയറുമണി പോലെയാണെന്ന് പറഞ്ഞെങ്കിൽ നീ ശ്രദ്ധിക്കണ്ട, തലവേദനയെക്കുറിച്ച് ശ്രദ്ധിക്കണ്ട, എഴുന്നേറ്റിരിക്കാൻ പോലും ഞാൻ പിടിച്ചെഴുന്നേപ്പിച്ച് എൻ്റെ ശരീരത്തിൽ ചാരിയാണ് ഞാൻ ഇരുത്തിയിരുന്നത്. അതൊന്നും മരണകാരണമായിട്ടൊന്നും കണക്കാക്കരുത്. ഇതൊക്കെ നിരവധി ഔഷധങ്ങൾ നമുക്ക് ഇതുള്ളതാണ് എന്ന് പറയുകയും ചെയ്തത്. അയാൾ ഇപ്പോഴും ജീവിച്ചിരിക്കുകയാണ്. അപ്പോൾ കിടക്കയിൽ എഴുന്നേറ്റിരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥ. അതൊക്കെ ഈ പറയുന്ന പോലെ അർബുദം കൊണ്ടോ വക്രരോഗം കൊണ്ടോ എന്തെങ്കിലും ആകാം, എന്തെങ്കിലും ആയിക്കോട്ടെ. പക്ഷേ അതിനെയൊക്കെ സുഖപ്പെടുത്താൻ പറ്റും എന്നുള്ളതാണ് അത്തരം ലക്ഷണങ്ങൾ പ്രൂവിങ്ങിൽ പ്രകടിപ്പിച്ച ഔഷധങ്ങൾ നമുക്കുണ്ട്. അതും ഡീപ്പ് ആൻറ്റിസോറിക്സ് ഉണ്ട് എന്നുള്ളതിൽ നിന്ന് തന്നെ നമുക്കുള്ള ആത്മവിശ്വാസത്തിൻ്റെ കാരണം. വേറൊന്നും ഒരു നോക്കാനില്ല, വേറൊന്നും ഒരു പരിഗണനാ വിഷയമേ അല്ല. ദ റെസ്റ്റ്ലെസ്നെസ് ഓഫ് ആഴ്സനിക് ഈസ് ഓഫൻ പ്രസൻറ്റ്. ഇതിൻ്റെ ആഴ്സനിക് കോമ്പണൻറ്റിൽ നമ്മൾ നേരത്തെ കണ്ട ആ ഒരു അസ്വസ്ഥത പലപ്പോഴും കാലി ആഴ്സനിക്കത്തിലുണ്ട്. അപ്പോൾ എത്രത്തോളം വിലപ്പെട്ട ഔഷധമാണ് ഈ പ്രാരംഭ ഭാഗത്ത് നമ്മൾ മനസ്സിലാക്കി. ഇതിൻ്റെ നിരവധി ലക്ഷണങ്ങളുണ്ട്. നമുക്ക് വരുന്ന എപ്പിസോഡുകൾ നമുക്ക് കേൾക്കാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.